Good evening students. ഇന്നത്തെ ടോപ്പിക്കാണ് ക്വിസ്നെറ്റ്സ് കൺസംഷൻ ഫംഗ്ഷൻ. സൈമൺ ക്വിസ്നെറ്റ്സ് എന്ന് പറഞ്ഞ ഇക്കണോമിസ്റ്റ് 1946 US ഇക്കോണമിയുടെ കൺസംഷൻ പാറ്റേൺ അറിയാൻ വേണ്ടിയിട്ട് 1836 to 1938 ആ ഒരു കാലഘട്ടത്തിൽ US ഇക്കോണമിയിലുള്ള ഹൗസ് ഹോൾഡ്സിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ഡിസ്പോസിബിൾ ഇൻകം, ഒപ്പം മറ്റ് സോഷ്യോ ഇക്കണോമിക് ബാക്ക്ഗ്രൗണ്ടായ ഏജ്, ക്ലാസ്, സെക്സ് ഇത്തരത്തിലുള്ള വേരിയബിൾസ് വെച്ചിട്ട് ഒരു കൺസംഷൻ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ 1836 to 1938 എന്ന് പറയുമ്പോൾ ഏകദേശം 100-102 വർഷം വരുന്നുണ്ട്. സോ ഒരു ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ ആയിരുന്നു ക്വിസ്നെറ്റ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു കൺസംഷൻ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തപ്പം ക്വിസ്നെറ്റ്സിന് കാണാൻ പറ്റിയത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻകം കൂടുന്ന അനുസരിച്ച് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അതോടൊപ്പം ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം MPC ആയിട്ട് ഈക്വൽ ആയിട്ട് വരുന്നതും ലോങ് റണ്ണിൽ ക്വിസ്നെറ്റ്സ് കാണാൻ പറ്റി. ഈ ഒരു ഫൈൻഡിങ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ കോൺട്രഡിക്റ്റ് ചെയ്യുമായിരുന്നു. അതായത് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ കണ്ടുപിടിച്ചത് എന്തായിരുന്നോ എൻറ്റയർലി ഓപ്പോസിറ്റ് ഫൈൻഡിങ് ആയിരുന്നു ക്വിസ്നെറ്റ്സ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ കണ്ടുപിടിച്ചിരുന്നത്. കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നത് ഇൻകം കൂടുന്ന അനുസരിച്ച് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിക്ലൈൻ ചെയ്യുമെന്നും ഒപ്പം MPC കോൺസ്റ്റൻ്റ് ആയി നിൽക്കും, അതോടൊപ്പം ഓട്ടോണമസ് കൺസംഷൻ വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ 0. ഇതാണ് കെയ്നീഷ്യൻ ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ ഫൈൻഡിങ്സ്. അതേസമയം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്വിസ്നെറ്റ്സിൻ്റെ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ വന്നിരുന്നത്. അതായത് ക്വിസ്നെറ്റ് കണ്ടുപിടിച്ചത് ഇൻകം കൂടുന്ന അനുസരിച്ച് APC ലോങ് റണ്ണിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ഒപ്പം APCയും MPCയും ലോങ് റണ്ണിൽ ഈക്വൽ ആയിട്ട് വരും എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോണമസ് കൺസംഷനും അവിടെ ഇസ് ഈക്വൽ ടു 0 ആയിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ നമ്മൾ കണ്ടിരുന്നു ദാറ്റ് ദ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് എ ലീനിയർ ആൻഡ് നോൺ പ്രൊപ്പോർഷണൽ വൺ. അതേസമയം ക്വിസ്നെറ്റ്സിൻ്റെ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ കാണാൻ പറ്റുന്നത് ദ കൺസംഷൻ ഫംഗ്ഷൻ ഇസ് എ പ്രൊപ്പോർഷണൽ വൺ എന്നാണ്. അപ്പോൾ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത് C is equal to A plus BY എന്നാണ്. അതേസമയം ക്വിസ്നെറ്റ്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് C is equal to KY എന്നാണ്. അപ്പോൾ ആ K എന്ന് പറയുന്നത് ദ പ്രൊപ്പോർഷൻ ഓർ ദ പെർസെൻറ്റേജ് ഓഫ് ഇൻകം സ്പെൻഡ് ഫോർ കൺസംഷൻ എന്നുള്ള രീതിയിലാണ്. ആ പ്രൊപ്പോർഷൻ ലോങ് റണ്ണിൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കും എന്നാണ് ക്വിസ്നെറ്റ് പറയുന്നത്. അതായത് ഇൻകം എത്ര അളവിൽ കൂടിയാലും കൺസംഷനും ആ K പ്രൊപ്പോർഷനിൽ തന്നെയായിരിക്കും കൂടുന്നത്. അപ്പോൾ കൺസംഷൻ കൂടുന്നതിൻ്റെ അളവും അവിടെ കോൺസ്റ്റൻ്റ് തന്നെയാണ് എന്നാണ് ക്വിസ്നെറ്റ് ലോങ് റൺ കൺസംഷൻ വെച്ചിട്ട് US ഇക്കോണമിയുടെ ഡേറ്റ വെച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിലൊരു കോൺഫ്ലിക്റ്റിംഗ് കൺക്ലൂഷൻസിനെ പറ്റി പഠിച്ചപ്പം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഷോർട്ട് റണ്ണിൽ ശരിയാണ്, അതേപോലെ ക്വിസ്നെറ്റ്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ലോങ് റണ്ണിൽ ശരിയാണ് എന്നുള്ളതാണ്. അതായത് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഷോർട്ട് റണ്ണിൽ കറക്റ്റായിട്ടാണ് വരുന്നത്. ഒപ്പം തന്നെ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിൻ്റെ സേവിങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻകം കുറഞ്ഞിരിക്കുന്ന സമയത്ത് സേവിങ്സ് വളരെ കുറവായിരിക്കും, ഈവൻ ഡിസേവിങ്സിൽ വരെ എത്തിയെന്ന് വരാം. അതുകൊണ്ടാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ ഓട്ടോണമസ് കൺസംഷൻ ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത്. കാരണം ഇൻകം അവിടെ ഇല്ലെങ്കിൽ പോലും നേരത്തെയുള്ള സേവിങ്സോ അല്ലെങ്കിൽ കടം മേടിച്ചിട്ടാണെങ്കിലും കൺസംഷൻ നടത്തുമെന്ന് പറയുന്നത്. അപ്പോൾ ലോവർ ഇൻകം ഹൗസ് ഹോൾഡ്സിൻ്റെ ഇടയിൽ സേവിങ്സ് കുറവായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേസമയം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ കൂടും, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് ആണ്. അപ്പോൾ അതിനർത്ഥം ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ ചെറിയ തോതിലാണ് കൂടുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇൻകം അവിടെ സേവിങ്സിന് വേണ്ടിയാണ് പോകുന്നത്. സോ ഇൻകം കൂടുന്ന അനുസരിച്ച് കൺസംഷൻ ചെറിയ തോതിലാണ് കൂടുന്നത് എന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ്ലി ഇറ്റ് ഈസ് ഇംപ്ലൈഡ് ദാറ്റ് സേവിങ്സ് ഇസ് ഓൾസോ ഇൻക്രീസിങ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം. സോ കെയ്ൻസ് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ എടുത്ത് പഠിക്കുമ്പം ആ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ഒരു ലോ ഇൻകം ഹൗസ് ഹോൾഡ് ആണെങ്കിൽ അത്തരമൊരു ഹൗസ് ഹോൾഡിന് സേവിങ് ഒരു ലക്ഷറി ഗുഡായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരധികം സേവ് ചെയ്യത്തില്ല, മാക്സിമം കിട്ടുന്ന ഇൻകം മൊത്തം സ്പെൻഡ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അതേസമയം ഇൻകം കൂടുന്ന അനുസരിച്ച് സേവിങ്സും കൂടിക്കൊണ്ടിരിക്കും. അതായത് കൺസംഷൻ കൂടും ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. അതായത് ബാക്കി ഇൻകം അപ്പം സേവിങ്സിനാണ് പോകുന്നത്. അപ്പോൾ ഹയർ ഇൻകം ഹൗസ് ഹോൾഡ്സിൻ്റെ കാര്യം പറയുമ്പം അവർക്ക് ഇൻകം കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അത്തരം ഹയർ ഇൻകം ഹൗസ് ഹോൾഡ്സിൻ്റെ ഇടയിൽ സേവിങ്സും കൂടുതലായിരിക്കും എന്നുള്ളതാണ് കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അതേസമയം ക്വിസ്നെറ്റ്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ലോങ് റണ്ണിൽ ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിനെ പറ്റിയല്ല, മറിച്ച് ഒരു ഹോൾ ഇക്കോണമിയുടെ കൺസംഷൻ പാറ്റേണിനെ പറ്റിയാണ് പഠിക്കുന്നത്. സോ മറ്റ് ഇക്കണോമിസ്റ്റ്
ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ പഠിച്ചപ്പം അവർക്ക് മനസ്സിലായത് ക്വിസ്നട്ടിന് കേനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഒരു ഓപ്പോസിറ്റ് റിസൾട്ട് കിട്ടാനുള്ള കാര്യം ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ സേവിങ്ങിനെ ഒരു ലക്ഷറി ഗുഡ് ആയിട്ട് പോലും കണക്കാക്കിയിട്ടില്ല. മറിച്ച് സേവിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഫ്യൂച്ചർ കൺസംഷൻ എന്നുള്ള രീതിയിലാണ് ക്വിസ്നട്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ലോങ് റണ്ണിൽ ശരിയായിട്ടാണ് വരുന്നത്. ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ നിന്നും പിന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് കൺസംഷൻ ഇൻകത്തിൽ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറിച്ച് വെൽത്ത്, അസറ്റ്സ് എല്ലാം ലോങ് റണ്ണിൽ കൂടുന്ന അനുസരിച്ച് അതും കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമുക്കൊരു ന്യൂമറിക്കൽ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. സപ്പോസ് ഇവിടെ ഡിസ്പോസിബിൾ ഇൻകം ഇൻ ക്രോർസ് 0 ആണെങ്കിൽ ആ സമയത്ത് കൺസംഷൻ ഇൻ ക്രോർസും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഡിസ്പോസിബിൾ ഇൻകം ആൻഡ് കൺസംഷൻ എന്നുള്ളത് ആഗ്രിഗേറ്റ് ലെവലിൽ വേണം നോക്കാനായിട്ട്. കാരണം ലോങ് റണ്ണിൽ ആഗ്രിഗേറ്റ് എൻറ്റയർ ഇക്കോണമിയുടെ ഇൻകവും കൺസംഷനും വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ക്വിസ്നട്ട് പറഞ്ഞിരുന്നത്. ഒപ്പം ഓട്ടോണമസ് കൺസംഷനും 0 ആണെന്ന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻകം 0 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ കൺസംഷനും 0 ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇൻകം 0യിൽ നിന്നും 100 ആയിട്ട് കൂടുമ്പം കൺസംഷൻ അവിടെ 0യിൽ നിന്നും 80 ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് APC കാണാൻ പറ്റും. C/Y 80 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് APC നമുക്ക് 0.8 ആയിട്ട് കിട്ടി. ഒപ്പം MPC മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ΔC/ΔY ചെയ്യുമ്പോഴും നമുക്ക് 0.80 തന്നെ കിട്ടിയിട്ടുണ്ട്. സോ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ ക്വിസ്നട്ടിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ APCയും MPCയും ഈക്വൽ ആയിരിക്കും. ഒപ്പം ഇൻകം കൂടുന്ന അനുസരിച്ച് APC സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതുമാണല്ലോ. നമുക്ക് ഈ ടേബിളിലും അതേ ഒരു ഫിനോമിനനാണ് കാണാൻ പറ്റുന്നത്. APCയും MPCയും ഈക്വൽ ആണ്. ഒപ്പം ഇൻകം ഓരോ ലെവലും കൂടുന്ന അനുസരിച്ച് APC അവിടെ സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് കൺസംഷനിൽ വരുന്ന മാറ്റവും സേവിങ്സിൽ വരുന്ന മാറ്റവുമാണ് നമ്മൾ നോക്കുന്നത്. സോ ഇൻകം 100ൽ നിന്നും 200 ആയിട്ട് കൂടുമ്പം കൺസംഷൻ അവിടെ 80ൽ നിന്നും 160 ആയിട്ടാണ് കൂടിയിരിക്കുന്നത്. അതേസമയം സേവിങ്സ് 20ൽ നിന്നും 40 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് APCയും MPCയും സെയിം വാല്യൂ ആയിട്ടാണ് 0.80 എന്ന് കാണാൻ പറ്റും. വീണ്ടും ഇൻകം 200ൽ നിന്നും 300 ആയിട്ട് കൂടുമ്പം കൺസംഷൻ 160ൽ നിന്നും 240 ആയിട്ട് കൂടിയിട്ടുണ്ട്. ഒപ്പം സേവിങ്സ് 40ൽ നിന്നും 60 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോഴും APC ആൻഡ് MPC സെയിം ആണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു ടേബിളിലെ ന്യൂമറിക്കൽ വാല്യൂസിനെ ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനായ C=KY എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഒരു ഡയഗ്രത്തിലെ കൺസംഷൻ ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ C=Y എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണിക്കുന്നത് കൺസംഷനും ഇൻകവും ഈക്വൽ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഇനി ക്വിസ്നട്സിൻ്റെ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ C=KY എന്ന് കാണിക്കുന്ന ആ ഒരു കൺസംഷൻ ഫംഗ്ഷനാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓട്ടോണമസ് കൺസംഷൻ 0 ആയതുകൊണ്ട് തന്നെ ഇൻകം 0 ആയിരിക്കുന്ന സമയത്ത് കൺസംഷനും 0 ആണ്. അതുകൊണ്ട് ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഒറിജിനിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ലീനിയർ ആൻഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഈ C=KY എന്ന കൺസംഷൻ ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻകം ഓരോ തവണയും കൂടുന്ന അനുസരിച്ച് ആ ഇൻകത്തിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനായിട്ടായിരിക്കും കൺസംഷനും ഓരോ തവണയും കൂടുന്നത്. ആ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനായിട്ട് കൂടുക എന്ന് പറയുന്നതുകൊണ്ടാണ് APCയും MPCയും ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ ഈക്വൽ ആൻഡ് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയുന്നത്. പല എംപെറിക്കൽ സ്റ്റഡീസിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത് ഷോർട്ട് റണ്ണിലെ MPCയേക്കാൾ കൂടുതലാണ് ലോങ് റണ്ണിലെ MPC എന്ന്. അതോടൊപ്പം കൺസംഷൻ ഫംഗ്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. അപ്പോൾ കെയ്ൻസിൻ്റെയും ക്വിസ്നട്സിൻ്റെയും ഈ കൺസംഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ ഇത്തരത്തിൽ കോൺഫ്ലിക്റ്റിംഗ് എവിഡൻസസ് വരുന്നത് കൊണ്ട് തന്നെ ക്വിസ്നട്സിൻ്റെ ഈ കൺസംഷൻ ഫംഗ്ഷനെ കൺസംഷൻ പസിൽ അല്ലെങ്കിൽ ക്വിസ്നട്സ് പാരഡോക്സ് എന്നും പറയാറുണ്ട്. സോ കെയ്ൻസിൻ്റെയും ക്വിസ്നട്സിൻ്റെയും കൺസംഷൻ ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കേനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഒരു ഷോർട്ട് റൺ കൺസംഷൻ ഫംഗ്ഷനാണ്. അതേസമയം ക്വിസ്നട്ടിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഒരു ലോങ് റൺ ഫംഗ്ഷനാണ്. Keynesian consumption function is a non-proportional one, whereas Quisnat's consumption function is a proportional one. കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാൻ പറ്റുന്നത് C=A+BY എന്നാണ്. അതേസമയം ക്വിസ്നട്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് C=KY എന്നുള്ളതാണ്.
കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിൽ ഓട്ടോണമസ് കൺസംഷൻ ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അതുകൊണ്ട് തന്നെയാണ് അതിനെ നോൺ പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ ആയിട്ടും പറയുന്നത്. അതേസമയം ക്വിസ്നറ്റ്സിൻ്റെ കൺസംഷൻ ഫംഗ്ഷനിൽ ഓട്ടോണമസ് കൺസംഷൻ ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ടാണ് ആ ഫംഗ്ഷൻ ഒരു പ്രൊപ്പോർഷണൽ ഫംഗ്ഷൻ ആയിട്ട് മാറുന്നത്. And finally, Keynesian consumption function APC is greater than MPC, whereas in Kuznets consumption function, APC is equal to MPC. So, Keynesൻ്റെയും ക്വിസ്നറ്റ്സിൻ്റെയും കൺസംഷൻ ഫംഗ്ഷനിൽ നമുക്ക് ഇത്രയും ഡിഫറൻസസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനെ റിസോൾവ് ചെയ്യാനായിട്ട് പല ഇക്കണോമിസ്റ്റും പല സ്റ്റഡീസും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സിഗ്നിഫിക്കൻറ്റ് വൺസ് എന്ന് പറയുന്നത് ജെയിംസ് ഡ്യൂസൻബെറിയുടെ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസ്, അതേപോലെ മിൽട്ടൺ ഫ്രീഡ്മൻ്റെ പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസ്, ആസ് വെൽ ആസ് ആൽബർട്ട് ആൻഡോ, ഫ്രാങ്കോ മൊഡിഗ്ലിയാനി ആൻഡ് ബ്രംബർഗിൻ്റെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ആണ്. സോ ഈ ഇക്കണോമിക്സ് എല്ലാം ഇത്തരത്തിൽ ഹൈപ്പോത്തസിസ് കൊണ്ടുവരാൻ കാര്യം തന്നെ കൺസംഷൻ ഫംഗ്ഷനിൽ കൺസംഷൻ ഇസ് നോട്ട് സോൺലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ഇൻകം, ബട്ട് കൺസംഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ അതർ ഫാക്ടേഴ്സ് ആസ് വെൽ. സോ ആ മറ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഓരോ ഹൈപ്പോത്തസിസിലും അതാത് ഇക്കണോമിക്സ് പറയുന്നത്. സോ ഇത്രയുമാണ് ക്വിസ്നറ്റ്സിൻ്റെ ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷനിൽ വരുന്നത്.